മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ എതിർത്തതിന് പിന്നാലെ കേരളത്തിന് വീണ്ടും തിരിച്ചടി. ദേശീയ ഡാം സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കി. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിഷ്പക്ഷ വിദഗ്ധർ അടങ്ങിയ കമ്മിറ്റിയിൽ നിന്നാണ് കേരള പ്രതിനിധിയായി നിശ്ചയിച്ച TK ശിവരാജനെ ഏകപക്ഷീയമായി നീക്കിയത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 3 പേരിൽ നിന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ കൂടിയായ ശിവരാജനെ തെരഞ്ഞെടുത്തത് NDSA തന്നെയാണ്. കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയെങ്കിലും തമിഴ്നാട് പ്രതിനിധി സമിതിയിൽ തുടരുകയാണ്. ഈ നടപടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി P. ജോസഫ് പറഞ്ഞു. ഡാമുകളുടെ എല്ലാം ഏകോപനവും മുഴുവൻ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കീഴിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇരുട്ടടി എന്ന പോലെ നമ്മുടെ അംഗത്തെ മാറ്റുകയും തമിഴ്നാട് എതിർക്കുകയും കേരളം ഈ വിഷയത്തെ നിശബ്ദമായി കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീരത്തുള്ള ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. നമുക്ക് കൈവിട്ട ഈ ഭാഗ്യം നഷ്ടപ്പെടുത്തിയാൽ ഒരു കാരണവശാലും നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കരകയറുവാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഖേദകരമാണ്. പ്രതിനിധി മാറുമ്പോൾ ഇതിന്റെ കാരണങ്ങൾ സംസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ്. പുതിയ ആളെ നിർദ്ദേശിക്കേണ്ടത് കേരള സർക്കാർ ആയിരുന്നു. എന്നാൽ NDSA തന്നെയാണ് പ്രതിനിധിയെ നിശ്ചയിച്ചത്. മുല്ലപ്പെരിയാറിൽ നിഷ്പക്ഷ വിദഗ്ധർ അടങ്ങിയ സംഘം പരിശോധന നടത്താനിരിക്കെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നടപടി കേരളത്തിന് തിരിച്ചടിയാവുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 ഇടുക്കി.